കരിഞ്ജീരകം ഹെയർ ഓയിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു തുളസി ഇല ഒരു 10-15 ഗ്രാം എടുക്കുക. 400 ml തേങ്ങാപ്പാലിന് 100 ml വെളിച്ചെണ്ണ, ഇതാണ് അതിൻ്റെ അളവ്. പിന്നെ അതിൽ 1-1.5 ടേബിൾ സ്പൂൺ കരിഞ്ജീരകം കഴുകിയെടുത്തതാണ്. പിന്നെ ചുവന്ന തെച്ചി സെയിം നമുക്ക് തുളസിയുടെ സെയിം അളവിലെടുത്താലും മതി. ഇത്രയാണ് ആവശ്യം. പിന്നെ മഞ്ചിഷ്ട അങ്ങാടി കടകളിലൊക്കെ ആയുർവേദ കടകളിലൊക്കെ ലഭിക്കുന്ന ഒരു ആയുർവേദ പ്രൊഡക്റ്റാണ്. അതൊരു 2 പീസ് തന്നെ മതിയാവും, കാരണം നമ്മൾ അത്രയും ഓയിൽ ഇപ്പോൾ ഉണ്ടാക്കി കാണിക്കുന്നു. തുളസി, തെച്ചി, കരിഞ്ജീരകം ഇത് വെള്ളം ചേർത്ത് അരച്ചെടുത്ത പേസ്റ്റാണിത്. അപ്പോൾ നമുക്ക് ഓയിൽ ഉണ്ടാക്കുന്ന എങ്ങനെ നോക്കാം. ആദ്യം ഒരു ഓയിൽ ഉണ്ടാക്കുന്ന പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം നമ്മുടെ തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതിലേക്ക് നമുക്ക് അരപ്പ് ആഡ് ചെയ്യാം. അരപ്പ് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളെപ്പോഴും ഈ ഓയിൽ ഉണ്ടാക്കുന്ന ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. നന്നായി അരപ്പ് മിക്സ് ചെയ്ത് വന്നതിന് ശേഷം നമുക്ക് എടുത്ത് വെച്ച 100 ml വെളിച്ചെണ്ണ ആഡ് ചെയ്യാവുന്നതാണ്. വെളിച്ചെണ്ണ അതുപോലെ ഈ മിക്സിലേക്ക് നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. കൈ എടുക്കാതെ ഇളക്കി തന്നെ വേണം, കാരണം ഫുൾ ഫ്ലെയിമിലാണ് വെക്കുന്നത്. സോ അരപ്പ് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാഹചര്യം കൂടുതലാണ്. മിക്സ് നന്നായി ഒന്ന് യോജിച്ച് വന്നതിന് ശേഷം നമുക്ക് മഞ്ചിഷ്ട ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ 2 പീസ് മഞ്ചിഷ്ട 2 കൈ വെച്ച് നന്നായി വിടർത്തി അതിലേക്ക് ഇടാം. മഞ്ചിഷ്ട നന്നായി അതിലേക്ക് മിക്സിലേക്ക് യോജിച്ച് എടുക്കാനായിട്ട് നന്നായി കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ഒരു 45 മിനിറ്റിനകത്ത് തന്നെ ഏകദേശം ഓയിൽ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഓയിൽ നന്നായി തിളച്ച് വരുമ്പം നമുക്ക് ആ ഒരു സ്പൂൺ വെച്ച് ഈ അരപ്പിന് എടുത്ത് 2 വിരൽ വെച്ച് ഒന്ന് അമർത്തി നോക്കുക. അപ്പോൾ ഒന്ന് പൊടിഞ്ഞ് വരുന്നുണ്ടോ എന്ന് നോക്കുക. നന്നായി പൊടിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ അതാണ് ഇതിൻ്റെ പരുവം. അപ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം ഒരു തുണിയിലോ അരപ്പിലോ നന്നായി അരിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ആക്കാവുന്ന ഒരു ഹെയർ ഓയിലാണ്. കുട്ടികൾക്ക് വളരെ യൂസ്ഫുള്ളാണിത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.